Like you said, I have a lot of other films to do, and I want to do. Obviously, Kaidi 2 is my next. സ്കാം ഓഫ് ദി ഇയർ ഈ വർഷത്തെ ഏറ്റവും വലിയ തട്ടിപ്പ് കൈദി ടി ഇനി ഉണ്ടാവില്ല, LCU സിനിമകൾ ഇനി ഉണ്ടാവില്ല, ലോകേഷ് കനകരാജിന്റെ ഫിലിമോഗ്രാഫി അവസാനിച്ചു, LCU വെച്ചിട്ടുള്ള കണ്ടന്റുകൾ തീർന്നു എന്നുള്ള രീതിക്കുള്ള പല പല കാര്യങ്ങൾ, പല പല അപ്ഡേറ്റുകൾ കാണാൻ പറ്റിയായിരുന്നു. ആൻഡ് കുറച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഫസ്റ്റ് പ്ലേ ചെയ്തിരുന്നു കേട്ടോ. ലോകേഷ് തന്നെ ഭരത്രാജ് രംഗന്റെ ഒരു ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. നെക്സ്റ്റ് ഇമീഡിയറ്റ് ഈസ് കൈദി 2 എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തതിനു ശേഷം ഈ സിനിമ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്. So இதுக்கப்புறம் you're doing Rajinikanth films, then hopefully Kaidi 2. Hopefully, listen. 100% Kaidi. Okay. ലേറ്റസ്റ്റ് ആയിട്ട് കുറേയധികം ഇൻഫോർമേഷൻസുകളും അപ്ഡേറ്റുകളാണ് വന്നേക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് ആണ്. വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. LCU ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ചാനലിലുള്ള വ്യൂവേഴ്സിന് ഒരു പ്രത്യേക ഒരു എനർജിയാണ്, ഒരു താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ലോകേഷ് കനകരാജിന്റെ ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നേക്കുന്ന സമയത്ത്, ലോകേഷ് കനകരാജ് അല്ലു അർജുൻ കോമ്പിനേഷനിൽ വീഡിയോ പുറത്തേക്ക് വന്നേക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തായിരുന്നു, ഡീകോഡ് ചെയ്തായിരുന്നു. പക്ഷെ നമ്മുടെ എല്ലാവരും ഒരു വിഷമം എന്ന് പറയുന്നത് വെർ ഈസ് LCU മൂവീസ്. ഈ LCU എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയ യൂണിവേഴ്സിൽ നിന്നുള്ള സിനിമകൾ എവിടെ, പ്രത്യേകിച്ച് കൈദി 2 എവിടെ എന്നുള്ള ചോദ്യം കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഞാനും ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കാർത്തി തന്നെ ഒരു ഇന്റർവ്യൂക്കകത്ത് അദ്ദേഹം ഒരു പ്രസ് മീറ്റിന്റെ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്, കൈദി 2 എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലോകേഷിനെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞായിരുന്നേ. സോ സത്യത്തില് ഈ LCU സിനിമകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് തന്നെയാണല്ലേ. ഈ LCU എന്ന് പറയുന്ന യൂണിവേഴ്സ് സ്റ്റാർട്ട് ആയത് 2019 2019 കൈദി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം പിന്നീട് ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്, അന്ന് കൈദി ഡിസൈൻ ചെയ്തേക്കുന്ന രീതി എന്ന് പറയുന്നത്, അതിന്റെ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് വെറും 5 കോടി രൂപ ബഡ്ജറ്റിലായിരുന്നു, 5 കോടി രൂപ സാലറിയിലായിരുന്നു അന്ന് ലോകേഷ് കനകരാജ് ആ ഒരു ഡയറക്ടോറിയൽ ചെയ്തു വെച്ചായിരുന്നു. ഒരു വലിയൊരു ഇമ്പാക്റ്റിനെ കൊണ്ടുവന്നൊരു സിനിമ തന്നെയായിരുന്നു കൈദി എന്ന് പറയുന്നത്. അതിനുശേഷം 2022 വിക്രം വന്നു. വിക്രം വന്നതിന് ശേഷമാണ് ഇത് യൂണിവേഴ്സ് ആയിട്ട് LCU ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് സ്റ്റാർട്ട് ആയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വിക്രം സിനിമ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം ലോകേഷിന്റെ ഒരു ട്വിറ്റർ പോസ്റ്റ് ഉണ്ടായിരുന്നു. കൈദി സിനിമ റീവാച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പോസ്റ്റ് എന്ന് കണ്ടായിരുന്നത്. അന്ന് നമുക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. കാരണം ഒരു ഡയറക്ടർ പോലും പറയാത്ത തരത്തില് ഒരു യൂണിവേഴ്സ് കൊണ്ടിരുന്ന പോലെ, നമ്മൾ MCU കണ്ടേക്കുന്ന പോലെ തന്നെ ഇനി തമിഴ്നാട്ടില് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഒരു LCU എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരാൻ പോവാണെന്നുള്ളൊരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചു. സിനിമ നമ്മൾ കണ്ടു. പ്രതീക്ഷയിലും വലിയൊരു ഇമ്പാക്ട് ആയിരുന്നു അതിന്റെ ക്ലൈമാക്സിൽ നമുക്ക് കിട്ടിയായിരുന്നത്. അതിനുശേഷം ലിയോ വന്നായിരുന്നു. ലിയോ ഈ പറയുന്ന പോലെ തന്നെ LCU സിനിമ ആണോ അല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് LCU മൂവി ആണെന്നുള്ളൊരു കാര്യം. ലിയോ സിനിമ ഒഫീഷ്യലി ആണ് LCU മൂവി. അപ്പൊ ഇങ്ങനെ 2023 വരെയുള്ള പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LCU സിനിമയുടെ കാര്യം വളരെ പക്കയാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ ഇതിന് ശേഷമാണ് ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ എന്നുള്ള രീതിക്ക് കൂലി എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതും. ആ സിനിമയ്ക്ക് നല്ല കളക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, നല്ല കളക്ഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഉദ്ദേശിച്ച ഒരു എക്സ്പെക്ടേഷൻ, ഒരു രജനീകാന്ത് പടം ഇൻ കോമ്പിനേഷൻ വിത്ത് ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു ഹൈപ്പ് ഉള്ള ഒരു ഡയറക്ടറിന്റെ കൂടെ വന്നിരിക്കുന്ന സമയത്ത് ഹൈപ്പിനനുസരിച്ചുള്ള ഒരു കളക്ഷൻ ആ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഈ LCU എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ബ്രേക്ക് വന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ വന്നു. അതിനുശേഷം പിന്നീട് കൈദി 2 എവിടെ എന്നുള്ളൊരു ചോദ്യം, LCU സിനിമകൾ തന്നെ എവിടെ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചായിരുന്നു. സത്യത്തില് LCU സിനിമ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ LCU സിനിമയുടെ റിലീസ് സംഭവിക്കാൻ പോകുന്നുണ്ട്. അതാണ് ബെൻസ് എന്ന് പറയുന്ന സിനിമ. ഭാഗ്യരാജ് കണ്ണനാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തേക്കുന്നത്. ലോകേഷ് കനകരാജിന്റെ തന്നെ റൈറ്റിംഗ് വന്നേക്കുന്ന ഇറ്റ്സ് ഒഫീഷ്യലി ആൻ LCU സിനിമ. LCU മൂവി എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലി കൺഫേം ചെയ്തേക്കുന്ന കാര്യമാണ്. ഈവൻ ലിയോ സെറ്റിന്റെ റെഫറൻസ് ഉള്ള സെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. സോ ഇറ്റ്സ് ഒഫീഷ്യലി ബെൻസ് എന്ന് പറയുന്ന അപ്കമിങ് സിനിമ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ LCU സിനിമയാണ്. സോ LCU എവിടെയും പോയിട്ടില്ല. LCU എന്ന് പറയുന്ന യൂണിവേഴ്സ് ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈദി 2 എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യമാണ്. எனக்கு தெரியாது இந்த மாதிரி ஒரு யூனிவர்ஸ் ஒன்று கிரியேட் பண்ணோம், இந்த கிராஸ் ஓவர் ஃபிலிம்ஸ் வச்சு கதை பண்ண போகிறோன்னு. இப்போ இதனால் என்ன ஆயிடுச்சுன்னா, ஆல்ரெடி கார்த்தி சார் இஸ் வெயிட்டிங் ஃபார் லைக் நான் ஒரு 3rd ஃபிலிமில் வரேன்னு சொல்லிட்டு போனேன். இப்போ ரஜினி சார் முடிச்சுட்டு ஐம் கோயிங் பேக் வித் மை 7th ஃபிலிம் as கைதி 2. இப்போது விக்ரம் ஹேஸ் டு பி டன், அதுக்கு ஒரு முடிவு வேணும். ஸோ கமல் சார் ஆல்ரெடி ஆஸ்ட், ஸோ அதுக்கு ஒன்று இருக்குது. ஒரு ஸ்டாண்டலோன்னு ரோலெக்ஸ் ஒன்று பண்ணணும்னு சொல்லி வச்சிருக்கோம், அதுவும் இருக்குது. ஸோ இந்த கமிட்மெண்ட்ஸ் எல்லாம் ப்ரையராக இருந்ததுனால அவங்க எல்லாருமே இதுக்கெல்லாம் வெயிட் பண்ணிட்டு இருக்கிறதால ஐ டோன்ட் ஹேவ் தட் லிபர்ட்டி டு டூ அ ക്വിക്ക് ഫിലിം ലൈക്ക്. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കൈദി എന്ന് പറയുന്ന സിനിമ ആദ്യമേ തന്നെ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് LCU എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് കൈദി എന്ന് പറയുന്ന സിനിമയുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ദിവസം നടക്കുന്ന ഒരു ഇവന്റ് ആണ്. ഈ ദില്ലി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ലൈഫിൽ നടക്കുന്ന ഒരു ദിവസത്തെ ഇവന്റ് ആണ് ആ സിനിമയിൽ കാണിച്ചു പോകുന്നത്. അന്ന് ഇങ്ങനെ ഒരു LCU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് ഫോം ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു പ്ലാനിലൊന്നും ആയിരുന്നില്ല മൂപ്പര്. പക്ഷേ
അന്ന് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സാലറി റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് വെറും 5 crores ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകേഷ് ആസ്ക് ചെയ്യുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. லேண்டிங் காஸ்ட்டாக க்ளோஸ் டு 300 crores ஆகுது அப்படிங்கும்போது அந்த இதுலேயே இருக்கிற ஸ்டேஜில் இருக்கிறதுனால இல்லை சார், டக்குன்னு போய் இறங்கி அப்படி ஒரு படம் பண்ணிட்டு வர்றது உண்மையிலேயே எனக்கு இப்போ சிரமம் தான். பட் ஆனால் எனக்கு ஆசை இருக்குது பண்ணணும்னு. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന അല്ലു അർജുൻ മൂവിക്ക് വേണ്ടി അദ്ദേഹം വാങ്ങിക്കുന്ന സാലറി എന്ന് പറയുന്നത് 75 crores എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിന് മുൻപ് വന്നേക്കുന്ന കൂലിക്ക് അദ്ദേഹം 50 crores ആയിട്ട് ചാർജ് ചെയ്തെന്നുള്ള രീതിക്കുള്ള അപ്ഡേറ്റുകൾ മറ്റൊക്കെ കാണാൻ പറ്റിയായിരുന്നു. സോ 75 crores ആസ്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറിന്റെ അടുത്ത് മുൻപ് 5 crores മൂവി ചെയ്തേക്കുന്ന അതേ തന്നെ ടീം ഒന്ന് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ സെറ്റ് ആവാനായിട്ടുള്ള ചാൻസ് കുറവാണ് അല്ലെ. സ്വാഭാവികമായിട്ട് അവർ പ്രൊഡക്ഷൻ ഒരിക്കലും ഒറ്റയടിക്ക് തന്നെ 5 crores 75 crores വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു കാര്യം അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ 75 crores എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ നമുക്കറിയാം KVM പ്രൊഡക്ഷൻസ് കൂടി എൻ്റർ ചെയ്തേക്കാണ്. സോ 2 പ്രൊഡക്ഷൻ ഹൗസുകൾ കൂടിയിട്ടാണ് ഇപ്പൊ LCU സിനിമകളെ മുന്നോട്ടേക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വരാൻ നിൽക്കുന്ന സിനിമകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബെൻസ് എന്ന് പറയുന്ന സിനിമ അപ്കമിങ് സിനിമയാണെന്നുണ്ടെങ്കിൽ പോലും അതിനുശേഷം വരാൻ നിന്നേർന്ന സിനിമ ആക്ച്വലി എന്ന് പറയുന്നത് കൈദി 2 തന്നെയായിരുന്നു. പക്ഷേ കൈദി 2-ന് ഇപ്പൊ ഒരു ബ്രേക്ക് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് ടീമിന്റെ ഭാഗത്തുനിന്ന് ഒന്നും വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതിനർത്ഥം സിനിമ ഡ്രോപ്പ് ആയോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ സിനിമ ഡ്രോപ്പ് ആവില്ല. Like you said, I have a lot of other films to do, and I want to do. Obviously, Kaidi 2 is my next, but I have commitments with Kamal sir to complete Vikram 2. കൈദി 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മാത്രമാണ് ഒരു വിക്രം 2 എന്ന് പറയുന്നത്. അതായത് LCU എന്ന് പറയുന്ന സിനിമ യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതിന് ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഈ സിനിമ അവസാനിക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് വിക്രം 2-ലൂടെയാണ്. സോ അതിനു മുൻപ് ചെയ്യാനായിട്ടുള്ള സിനിമകൾ റോളക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ഉണ്ട്, അതുപോലെ തന്നെ കൈദി 2 ഉണ്ട്, ലിയോ 2 ഓൾറെഡി പറഞ്ഞിരുന്നായിരുന്നു. പക്ഷെ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്രം 2 എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും ഈ ഒരു യൂണിവേഴ്സ് എൻഡ് ചെയ്യാനായിട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും പറയാം. അതുകൊണ്ട് തന്നെ കൈദി 2 എന്ന് പറയുന്ന സിനിമ സംഭവിക്കുക തന്നെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് അപ്ഡേറ്റുകളിൽ നിന്ന് പല റൂമറുകളിൽ നിന്നും അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓൺലി തിങ് ഇസ് ഇപ്പൊ ചെയ്യാൻ പോകുന്ന സിനിമ അല്ലു അർജുൻ സിനിമ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് അതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കൈദി 2-ന്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ അവിടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നിൽക്കുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ആ ഹൈപ്പ് എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന ഡൗൺഫാളിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു LCU സിനിമ ചെയ്യേണ്ട എന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു നല്ലൊരു അല്ലു അർജുൻ മൂവി ചെയ്യുന്നത്. അതിന്റെ ഒരു ഇമ്പാക്ട് വരെ ഹൈപ്പ് വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ റെമ്യൂണറേഷൻ വീണ്ടും ഹൈ ആയിട്ട് ചോദിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ ആകുമ്പോൾ ചോദിക്കുന്ന ആ ഒരു റെമ്യൂണറേഷൻ കൊടുക്കാനായിട്ട് ഏത് പ്രൊഡക്ഷൻ ഹൗസും തയ്യാറാവും. സോ അതാണ് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി എന്നുള്ളൊരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും കൈദി 2 ഡ്രോപ്പ് ആവുന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. ലോകേഷ് ഇതിന് മുൻപ് പറഞ്ഞിരിക്കുന്ന പല ഇന്റർവ്യൂകളും നമ്മൾ നോക്കി കഴിഞ്ഞാൽ With my 7th film as Kaidi 2. Vikram has to be done. Obviously, Kaidi 2 is my next. Hopefully, listen. 100% Kaidi. Okay. അടുത്ത സിനിമ എന്ന് പറയുന്നത് കൈദി 2 ആണെന്നുള്ളൊരു കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സോ തീർച്ചയായിട്ടും കൈദി 2 എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ ലിസ്റ്റിനകത്ത് ഉണ്ട്. ഓൾറെഡി സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹം വീണ്ടും റീറൈറ്റ് ചെയ്തിരുന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വന്നായിരുന്നു. ഒരിക്കലും ആ ഒരു യൂണിവേഴ്സ് ഡ്രോപ്പ് ആവില്ല. പക്ഷെ താൽക്കാലികമായിട്ട് ചെറിയൊരു ബ്രേക്ക്, അതായത് ലോകേഷിന്റെ ആ ഒരു കംബാക്കിന് വേണ്ടിയിട്ട് കൂലിയുടെ ആ ഒരു ഇമ്പാക്ടിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവിനായിട്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കാം, ഒരുപക്ഷെ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കാം ഈ പറയുന്ന അല്ലു അർജുൻ പ്രൊജക്ട് എന്ന് പറയുന്നത്. ആസ് ഓഫ് നൗ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് പെട്ടെന്ന് തന്നെ ആയിരിക്കും സിനിമയുടെ ഷൂട്ട് ചെയ്യാന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും കൈദി 2-ന്റെ ആണെങ്കിലും വിക്രം 2 ഇങ്ങനെയുള്ള എല്ലാ സിനിമകളും LCU സിനിമകളും സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്കമിംഗ് മൂവി എന്ന് പറയുന്ന ബെൻസ് ആണ്. അതുകൊണ്ട് തന്നെ LCU എന്ന് പറയുന്നതിന് ഒരു ബ്രേക്ക് വന്നു നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമയ്ക്ക് കൈദി 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്കമിംഗ് സിനിമ ബെൻസ് എന്ന് പറയുന്ന മൂവി ഓൾറെഡി ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിരിക്കുന്ന സിനിമയാണ്. സോ അധികം വൈകാതെ തന്നെ സിനിമയുടെ റിലീസ് ഉണ്ടാവുന്നുള്ള കാര്യം നമുക്ക് പറയാം. സോ തീർച്ചയായിട്ടും LCU മൂവീസ് ഗോയിങ് ഓൺ, അത് ഓൾറെഡി ഓൺ ആണ്. ആൻഡ് ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കൂടി, ഈ ഷോർട്ട് ഫിലിം ഷൂട്ടിംഗ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്, പക്ഷേ കുറച്ച് ഷൂട്ടിംഗ് സെറ്റിലുള്ള കുറച്ച് വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ കൂടി ഷൂട്ട് ചെയ്തിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിം ആയിട്ടാണ് അതിനെ റിലീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് പറഞ്ഞ് നരേൻ്റെ ഒരു ഇന്റർവ്യൂ തന്നെയായിരുന്നു. സോ അത് ഓൾറെഡി കൺഫേം ആണ്. ഷോർട്ട് ഫിലിമും റിലീസ് ഉണ്ടാവുന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ LCU സിനിമകൾ ഉണ്ടാവും, ഷോർട്ട് ഫിലിം ഉണ്ടാകും, പക്ഷെ അത് എപ്പോ എങ്ങനെ എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഒരു ചെറിയ സംശയത്തിൽ നിൽക്കുന്നതെന്ന് മാത്രം. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, കൈദി 2 എന്ന് പറയുന്ന സിനിമ സംഭവിക്കുമോ ഇല്ലയോ? LCU മൂവീസുകളിൽ ഇനി വരാൻ നിൽക്കുന്ന സിനിമകളിൽ ബെൻസ് ഓൾറെഡി കൺഫേംഡ് ആണ്. കൈദി 2 ആൻഡ് വിക്രം 2 ഇങ്ങനെയുള്ള സിനിമകളെല്ലാം സംഭവിക്കുമോ എന്നുള്ളൊരു കാര്യം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളൊരു കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ്വീൻ ആൾസ് ബൈ സൈനിങ് ഔട്ട്. ബൈ.